ഗൈഡൻസ് TV, Light for Life. المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بالدمام. بسم الله الرحمن الرحيم. قل يا عبادي الذين آمنوا اتقوا ربكم بسم الله الحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين وبعد. നമ്മുടെ സൂറത്ത് സുമറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അമ്മൻ ഹുവ ഖാനിതുൻ ആന അല്ലൈലി സാജിദൻ വഖായിമ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ് എന്ന ആയത്താണ് ഇവിടെ വിശദീകരിച്ചത്. എന്നിട്ട് അതിൻ്റെ ഉദ്ദേശം നമ്മൾ ആയത്തവിടെ പറഞ്ഞതിൻ്റെ സാഹചര്യം ഉണർത്തി. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോകുവാനുള്ള ഒരു ആഹ്വാനം എന്നോണം അവതരിപ്പിച്ച ആയത്താണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് നടന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അവതീർണമായ ആയത്തുകളും. ഖുൽ യാ ഇബാദിയല്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയ ഹസന വഅർദുല്ലാഹി വാസിഅ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഈ ആയത്തുകൾ ഇറങ്ങുന്ന സന്ദർഭം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ നുബുവത്തിൻ്റെ 5-ാം വർഷം ആ കാലഘട്ടത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. വിശ്വാസികൾ തികഞ്ഞ പരീക്ഷണത്തിലായിരുന്നു അന്ന്. ഇസ്ലാം സ്വീകരിച്ചവർ തികഞ്ഞ പരീക്ഷണത്തിലായിരുന്നു. ചിലർ കൊടും പട്ടിണിയിൽ, ചിലർ കൊടിയ ദാഹത്തിൽ, ചിലർ ബന്ധനങ്ങളിൽ, ചിലർ ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ, മണൽപ്പരപ്പിൽ, ഇങ്ങനെ ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയായിരുന്നു വിശ്വാസികൾക്ക് മക്കയിലുണ്ടായത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്ന ആഹ്വാനം ഏതൊരവസ്ഥയാണെങ്കിലും ആദർശം വലിച്ചെറിയാൻ പാടില്ല. ആദർശം അതിൽ പൂണ്ട് ജീവിക്കണം. അപ്പോൾ അല്ലാഹു പറയാണ്, ഖുൽ പ്രവാചകരെ പറയണം, യാ ഇബാദി. യാ ഇബാദി എന്ന യാ ഇബാദി എന്നർത്ഥം, എൻ്റെ ദാസന്മാരെ. അവിടെ ഇബാദി എന്നുള്ളിടത്ത് ഇതിന് ശേഷം യാ വരേണ്ടതാണ്. പക്ഷെ ഇവിടെ യാ കളയപ്പെട്ടു. ആ യാ കളയപ്പെട്ടു എന്നുള്ളതിന് അടയാളാണ് ദാലിന് കെസർ. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ. അബ്ദുൻ ഇബാദ്, അബ്ദുൻ ഇബാദുൻ. അപ്പോൾ ഖുൽ യാ ഇബാദി, എൻ്റെ ദാസന്മാരെ എന്ന് വിളിച്ച്, അല്ലദീന ആമനു, ഈ ദാസന്മാരുടെ പ്രത്യേകത അല്ലദീന ആമനു, വിശ്വസിച്ചവരാണവർ. അപ്പോൾ വിശ്വസിച്ചവരായ എൻ്റെ ദാസന്മാരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരാകണം. ഇത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരാകണം, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന്. അപ്പോൾ ഈമാനും തഖ്വയും വേറെയാണ്.
ഈമാൻ വിശ്വാസമാണ്, പരസ്പര പൂരകങ്ങളാണെങ്കിലും പക്ഷേ രണ്ടിനും വേറെ വേറെ ഒരു ആശയമുണ്ട്. വിശ്വസിച്ച ആളുകളെ ഇത്തഖു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരാകണം എന്നാണ്. തഖ്വ എന്താ? തഖ്വ ഒന്ന് കൽപ്പിച്ചത് ചെയ്യലും വിരോധിച്ചത് വർജിക്കലാണ്. അപ്പോൾ റബ്ബ് കൽപ്പിച്ചതെന്തോ അത് പ്രവർത്തിച്ചും റബ്ബ് വിരോധിച്ചതെന്തോ അത് വർജിച്ചും നിങ്ങൾ റബ്ബിന് തഖ്വയുള്ളവരാകണം എന്ന് വിശ്വാസികളെ വിളിച്ചിട്ട് ഇവിടെ പറയണം. ഖുൽ യാ ഇബാദി അല്ലദീന ആമനു തഖു റബ്ബക്കും. ഞാൻ പറഞ്ഞില്ല, ആ സാഹചര്യം മക്കയിൽ വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പീഡിതരാണ്. ആ പീഡിതരെ വിളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റബ്ബിനെ തഖ്വയുള്ളവരാകണം എന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ഉണർത്തുന്നത് ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന, ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ ഇഹ്സാനിൽ വർത്തിച്ചവർക്കുണ്ട്. ലില്ലദീന എന്നാണ് ഒരു കൂട്ടർക്കുണ്ട്. അവരുടെ പ്രത്യേകത അഹ്സനു എന്നാണ്. എന്താ അത്? ഇഹ്സാനിൽ നിന്നാണ്. എന്താ ഇഹ്സാൻ? എന്താണ് ഇസ്ലാം മതങ്ങളെ ഇഹ്സാനെ വിശദീകരിച്ച് മൽ ഈമാൻ പറഞ്ഞ്, മൽ ഇസ്ലാം പറഞ്ഞ്, വമൽ ഇഹ്സാൻ, എന്താ ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറ ഫഇൻ ലം തകുൻ തറ ഫഇന്നഹു യറാക്. അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കലാണ്. നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്ത് ചെയ്യണം? നിന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇഹ്സാൻ. അപ്പോൾ ലില്ലദീന, അത് അള്ളാഹ്ക്ക് നേരെ ഇഹ്സാൻ, അള്ളാഹ്ക്ക് നേരെ അതാണ്. അതേസമയം പടപ്പുകൾക്ക് നേരെ ഇഹ്സാൻ എന്താ? പെരുമാറ്റം മാന്യമാക്കലാണ്. അപ്പോൾ എന്തായാലും പടച്ച റബ്ബിന് നേരെ ഇഹ്സാൻ, അവൻ നമ്മളെ കാണുന്നുണ്ട്, നാം അവനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കലാണ്. അപ്പോൾ ലില്ലദീന അഹ്സനു, അങ്ങനെ ഇഹ്സാനിൽ വർത്തിക്കുന്നവർക്കുണ്ട് ഫി ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ ഹസനത്തുൻ എന്ന് പറഞ്ഞാൽ അത് സിഫത്താണ്, വിശേഷണമാണ്. അതുകൊണ്ട് എന്ത് വിശേഷിപ്പിക്കപ്പെട്ടു അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ തഫ്സീറുകളിൽ കാണാം ഫി ഹാദിഹി ദുനിയ ഹയാത്തുൻ ഹസന, അല്ലെങ്കിൽ ഹാലത്തുൻ ഹസന. എന്താ ഹാലത്തുൻ ഹസന? നല്ല അവസ്ഥ, അല്ലെങ്കിൽ ഹയാത്തുൻ ഹസന, നല്ല ജീവിതം. അപ്പോൾ ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ, ഈ ദുനിയാവിൽ ഇഹ്സാനിൽ വർത്തിച്ചവർക്കുണ്ട്. ഇഹ്സാൻ എന്ത് നമ്മൾ പറഞ്ഞു? ഈ സാങ്കേതിക ശബ്ദങ്ങൾ, ഇതൊക്കെ സാങ്കേതിക ശബ്ദങ്ങളാണ്. അതിനൊരു വിവരണം വന്നിട്ടുണ്ടെങ്കിൽ ആ വിവരണത്തിൽ നമ്മൾ പരിമിതപ്പെടുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്നു എന്ന ബോധത്തിലുള്ള ഇബാദത്താണ്. അത് കൃത്യമായിരിക്കും, സൂക്ഷ്മമായിരിക്കും, ഭയചകിതമായിരിക്കും, ഭക്തിപുരസ്സരായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലില്ലദീന അഹ്സനു എന്ന് പറഞ്ഞാൽ ഇഹ്സാനിൽ വർത്തിക്കുന്നവർക്കുണ്ട് ഫി ഹാദിഹി ദുനിയ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഹയാത്തുൻ ഹസന, ഹാല ഹസന. അവിടെ പറയാൻ കാരണം ജീവിതം കുടുസായ അവസ്ഥയിലാണ് ആരുണ്ടായിരുന്നത്? മക്കയിൽ വിശ്വാസികളുണ്ടായിരുന്നത്. ജീവിതം കുടുസായ അവസ്ഥയിലായിരുന്നു, പട്ടിണിയിലായിരുന്നു, പലരും കൊടിയ ദാഹത്തിലായിരുന്നു, കുടിവെള്ളം നിഷേധിക്കപ്പെട്ടിരുന്നു, അതേപോലെ തന്നെ ഊരുവിലക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇഹ്സാനിൽ വർത്തിക്കുന്നവർക്ക് നല്ല അവസ്ഥ ഉണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്യാണ്? ഒരു പ്രേരകമാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിക്കുക. ഈ ദുനിയാവിൽ ഇഹ്സാനിൽ വർത്തിക്കുന്നവർക്ക് എന്തുണ്ട്? നല്ല അവസ്ഥയും നല്ല ജീവിതവും ഉണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉണർത്താണ്. ഇത്തഖൂ റബ്ബക്കും എന്നതിൻ്റെ കാരണമായിട്ട് ഉണർത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മക്ക അന്ന് എന്താണ്? ടൈറ്റാണ്. മക്ക ടൈറ്റാണ്. ആദർശം അനുസരിച്ച് ജീവിക്കാൻ, മുസ്ലിമായി ജീവിക്കാനുള്ള വളരെ പ്രയാസമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വ അർദുല്ലാഹി വാസിഅത്തുൻ, വ അർദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭൂമി, വാസിഅത്തുൻ, വാസിഅത്തുൻ എന്നാണ് എന്താ? വിശാലമാണ്. അള്ളാഹിൻ്റെ ഭൂമി വിശാലമാണ്. അതുകൊണ്ട് തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കണം, ഇഹ്സാനിൽ ജീവിക്കണം വിശ്വാസികൾ. ഒരിടത്ത് അതിന് തടസ്സമുണ്ട് എങ്കിൽ, കുടുസതുണ്ട് എങ്കിൽ അള്ളാഹിൻ്റെ ഭൂമി അവിടെ മാത്രമല്ല, പിന്നെയോ അത് വിശാലമാണ്. അതുകൊണ്ട് തന്നെ ആ വിശാലമായ ഭൂതലത്തിൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ടും അള്ളാഹുവിന്
വിനയപ്പെട്ടും ജീവിക്കാൻ എന്ത് ചെയ്യണം? അവിടെ ഇടം കാണണം എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. അർദുല്ലാഹി വാസിയാത്തുൻ, ഭൂമി വിശാലമാണ്. അത് എവിടെയാകാം. ഒരു സ്ഥലത്ത് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ജീവിക്കുവാനുള്ള സാഹചര്യം അസാധ്യം എന്നൊരവസ്ഥ വരികയാണ്, അല്ലെങ്കിൽ അത് തീർത്തും ദുർഘടമായൊരവസ്ഥ വരികയാണെങ്കിൽ അതിന് പറ്റുന്ന സ്ഥലം അതെവിടെയാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കണ്ടു നട്ടത് സഖീഫ് ഗോത്രം ജീവിച്ച തായിഫിലാണ്. തായിഫ് അന്ന് ഇസ്ലാമികൊന്നുമല്ല, തായിഫ് ഇസ്ലാമികല്ല, അവിടെ ആരും മുസ്ലിമായിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ ആദ്യം നടത്തിയത് തായിഫിലേക്കാണ്. അതേപോലെ മുസ്ലിമീങ്ങളോട് ഇവിടെ ഈ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് പറയുന്നത് എന്താ? മുസ്ലിമീങ്ങളോട് പറയുന്നത് ഇന്ന ബിൽ ഹബശതി മലികൻ ആദിലൻ ലാ യദ്ലിമു ഇൻദഹു അഹദുൻ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ മലികൻ സ്വാലിഹൻ. ഹബശയിൽ ഒരു നല്ല രാജാവുണ്ട്, അയാളുടെ അടുക്കൽ ആരും ദ്രോഹിക്കപ്പെടുകയില്ല, മർദ്ദനത്തിന് ഇരയാകൂല. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് ഹിജറ പോയിക്കോളിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത്. അന്ന് ഹബശ ക്രിസ്ത്യാനികളുടെ നാടാണ്. അവിടുത്തെ ഭരണാധികാരി നേഗഷ്, അസ്ഹുമ എന്നാണ് അയാളുടെ പേര്, അസ്ഹുബൻ നജാഷി, അയാൾ ക്രിസ്ത്യാനിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് ഹിജറ പോകാൻ പറഞ്ഞു. കാരണം അവിടെ ഇസ്ലാമായി ജീവിക്കുന്നതിന് അൽഹംദുലില്ലാഹ് റഹ്മത്തുള്ളാഹ്, ഇസ്ലാമായി ജീവിക്കുന്നതിന് എന്തില്ല, അവിടെ ആളുകൾക്ക് വിലക്കില്ല എന്നർത്ഥം, പ്രയാസമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അങ്ങോട്ട് ഹിജറ പോയത്. അപ്പോൾ എവിടെയാണോ കഴിയാത്തത് അവിടുന്ന് കഴിയുന്നിടത്തേക്ക് പലായനം ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്കുള്ള സൂചനയാണ് അർദുല്ലാഹി വാസിയ. മുസ്ലിമീങ്ങൾ ഹബ്ശയിലേക്ക് ഹിജറ പോയി. മുസ്ലിമീങ്ങൾ ഹബ്ശയിലേക്ക് ഹിജറ പോയി. ഹിജറിൻ്റെ പ്രത്യേകത എന്താ? ഹിജറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സഹനവും നല്ല ക്ഷമയും ഇല്ലെങ്കിൽ ഹിജറ സാധ്യമാകില്ല. അതെന്തുകൊണ്ടാണ്? ഹിജറയിൽ സ്വന്തം ജന്മനാടിനെയാണ് ത്യജിക്കുന്നത്, അല്ലേ? അതേപോലെ തൻ്റെ കൂട്ടുകുടുംബാദികളെയാണ് ത്യജിക്കുന്നത്. താൻ പരിചയിച്ച, താൻ അനുഭവിച്ച, താൻ വളർന്ന തൻ്റെ നാടിനെയാണ് എന്ത് ചെയ്യണത്? ത്യജിക്കുന്നത്. ദേശത്യാഗം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സഹ്യായൊരു വിഷയമല്ല, ദേശം ത്യജിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ സഹനവും ക്ഷമയും ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് നോക്കി, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. എന്തിനാ ഈ ഒരു അനുബന്ധ ദിനത്തോടെന്ന് പറഞ്ഞത്? അർദുല്ലാഹി വാസിയാത്തുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്നമാ യുവഫസ്സാബിറൂൻ. ഇവിടെ ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചപ്പെടുത്താനാണ്. യുവഫ എന്ന് പറഞ്ഞാൽ യുവഫ, വഫ യുവഫ, വഫ യുവഫി, തൗഫിയത്ത്. തൗഫിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അൽ വഫാ ഉ കാമിൽ എന്നാണ്, പൂർണ്ണമായി അളന്നു കൊടുക്കുക, പൂർണ്ണമായി നൽകുന്നതിനാണ് എന്ത് പറയുക? തൗഫിയത്ത് പറയുക. അതിനാണ് യുവഫ് ഉണ്ടായത്, പൂർണ്ണമായി നൽകുക. ഇന്നമ യുവഫ സാബിറൂൻ. സാബിറൂൻ എന്ന് പറഞ്ഞാൽ ക്ഷമാലുക്കൾ, ക്ഷമിക്കുന്നവർ, സബറുള്ളവർ. എന്താ ഈ സബർ? ഈ മുസീബത്തുകൾ ഏൽക്കുമ്പോൾ, പ്രയാസങ്ങൾ ഏൽക്കുമ്പോൾ, അനിഷ്ടങ്ങൾ ഏൽക്കുമ്പോൾ ഒട്ടും ചാഞ്ചല്യമില്ലാതെ, ഒട്ടും പിന്നെ ഈ അസ്വാരസ്യമില്ലാതെ സ്വന്തത്തെ പിടിച്ചു നിർത്തുന്ന അവസ്ഥക്കാണെന്ന് പറയാം സബർ എന്ന് പറയാം. സ്വന്തത്തെ മുസീബത്ത് ഏൽക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഒട്ടും അസ്വാരസ്യമോ ചാഞ്ചല്യമോ ഇല്ലാതെ സ്വന്തത്തെ പിടിച്ചു നിർത്തുന്ന ആ പ്രവണതക്കാണെന്ന് പറയാം, സ്വഭാവത്തിലാണ് സബർ എന്ന് പറയാം. അത് ഇസ്ലാമിൽ വലിയ കാര്യമാണ്. ഇസ്ലാമിൽ സബറും ഉണ്ട്, ഇസ്ലാമിൽ ശുക്റും ഉണ്ട്. ഇസ്ലാമിൻ്റെ പകുതി പോലെയാണ് സബർ, അതിന് രണ്ടാം പകുതിയാണ് എന്ത്? ശുക്ർ. സബർ വതവാസൗബിൽ ഹക്കി വതവാസൗബി സബറാണ്. ഹക്ക് കൊണ്ട് അന്യോന്യം ഉപദേശിക്കണം, പിന്നെ സബർ കൊണ്ടും അന്യോന്യം ഉപദേശിക്കണം എന്നാണ്. കാരണം സബർ ഇല്ല എങ്കിൽ എന്തില്ല? ദീനില്ല, ഒരിക്കലും ദീനില്ല. ദീനിൽ കൽപ്പനകളാണ്, അത് പ്രയോഗിക്കാൻ സബർ വേണം. വിരോധങ്ങളാണ്, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സബർ വേണം. പിന്നെ മുസീബത്തുകൾ ഏൽക്കുക എന്നുള്ളത് ഉണ്ടാകും, അതിലും പിടിച്ചു നിൽക്കാൻ എന്ത് വേണം? സബർ വേണം. ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമാ യുവഫസ് സാബിറൂൻ. സാബിർ, സബറുള്ളവർ അവർക്ക് പൂർണ്ണമായി നൽകപ്പെടും. അജ്റഹും, അവരുടെ പ്രതിഫലം. അവരുടെ പ്രതിഫലം എങ്ങനെ? ബിഗൈരി ഹിസാബ്. ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞാൽ ഹിസാബില്ലാതെ. ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്കാണ്, ഒരളവ്, അളവില്ലാത്ത നിലക്ക്.
ഇവിടെ ബാ വന്ന് സായിദത്താണ്, ഒട്ടും അളവില്ലാത്ത എന്നർത്ഥത്തിലാണ്, ഒട്ടും അളവില്ലാത്ത വിധം അവർക്കുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. ഈ വഫ എന്ന് പറഞ്ഞാൽ തൗഫിയത്തിൽ നിന്നാണ്. അൽ വഫ ഉ ഖാമിലൻ, സമ്പൂർണ്ണമായി നൽകുക എന്നുള്ളതിന് അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ബിഗൈരി ഹിസാബ് എന്നുള്ള തോക്കീതില്ലെങ്കിൽ തന്നെ പൂർണ്ണമായ അളവിൽ എന്നുള്ളത് വരുന്നുണ്ട്. പിന്നെ ഇന്നമീൻ പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം അത് എണ്ണവും വണ്ണവും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിയും എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. അതെന്തുകൊണ്ട്, എന്തിനാ ഈ ഒരു അവസാന ഭാഗം ഇതിനെ തുടർന്ന് പറഞ്ഞത്? ഇവിടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിൽ ആഗതമായി അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി 40-ാമത്തെ വയസ്സിൽ. 41, 42 ഈ വർഷങ്ങൾ രഹസ്യ പ്രബോധന കാലഘട്ടമാണ് അല്ലേ? പിന്നെ 43, 44 ഇതാണ് പരസ്യ പ്രബോധനത്തിൻ്റെ കാലഘട്ടം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സിൽ കേട്ടോ. അതായത് നുബുവത്തിൻ്റെ 4-5 വർഷങ്ങൾ അത് ഈ പരസ്യ പ്രബോധനത്തിൻ്റെ കാലഘട്ടമാണ്. ആ പരസ്യ പ്രബോധനം അത് തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മർദ്ദനം ശക്തമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇസ്ലാമിക ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ പട്ടിണിയിൽ പ്രയാസപ്പെട്ടവർ, ദാഹിച്ച് വലഞ്ഞ് പ്രയാസപ്പെട്ടവർ വയറ് നിറച്ച് തേൻ കുടിപ്പിച്ച് മരുഭൂമിയിൽ കിടത്തുമായിരുന്നു എന്നാണ്. തേൻ കുടിച്ചിട്ട് ഒരാളെ മരുഭൂമിയിൽ ചൂടത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ദാഹം കൊണ്ട് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്നവർ, അതേപോലെ ഇരുമ്പിൻ്റെ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിൽ വരിയപ്പെടുന്നവർ, അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ മാംസം എല്ലിൽ നിന്ന് വേർപ്പെടും ഇതല്ലേ? ഇങ്ങനെ പലവിധ പീഡനങ്ങൾ, ഊരവിലക്കുകളായിട്ട്, മറ്റു ദ്രോഹങ്ങളായിട്ട്, ചാട്ടവാർ ചുമട്ടി പ്രയോഗങ്ങളായിട്ടൊക്കെ. അപ്പോൾ അവരോട് പറയണം എന്ത് ചെയ്യണം? ഹിജറ പോകാൻ പറയുമ്പോൾ അതിൽ പറയുന്നത് എന്താണ്? സ്വന്തം വീട് വിടാനാണ്, സ്വന്തം നാട് വിടാനാണ്, കൂട്ടുകുടുംബാദികളെ വിടാനാണ്. എന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഈ ശത്രുക്കളിൽ നിന്ന് ഓടാനാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ. അതും എന്തിൻ്റെ വിഷയത്തിൽ? അവരുടെ ദീനിൻ്റെ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേറെ ക്ഷമ, സബർ ആവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ ജന്മനാട് എന്ന് പറഞ്ഞെങ്കിൽ ഓരോരുത്തർക്കും സ്വാർത്ഥമാണ്. എപ്പോഴും സ്വന്തം നാട്, അതിന് എങ്ങനെയാണെങ്കിലും അതിനോടായിരിക്കും മനസ്സിൻ്റെ ചായ്വ്. ഇനി വിപ്രവാസത്തിൽ കഴിയുന്ന നാട് എത്ര സുഭിക്ഷമാണെങ്കിലും, എത്ര ധന്യമാണെങ്കിലും ജന്മനാടിനോടുള്ള ഒരു കൂറ് എന്തായിരിക്കും? അത് മനുഷ്യരുടെ പ്രകൃതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ പ്രകൃതിയിൽ ഊട്ടിയിട്ടുള്ള ഒരു വിഷയമാണ്. അത് ത്യജിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സാഹസമാണ്. ഈ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഈ ബനു കെൽബ് ഗോത്രത്തിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചിരുന്നു. ബനു കെൽബ് ഗോത്രം ഈ അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം. അവിടുന്ന് മുആവിയ കല്യാണം കഴിച്ച സ്ത്രീ, അവരുടെ പേര് മൈസൂൺ എന്നാണ്. മൈസൂൺ ബിൻത് ബഹ്ദൽ അൽ കെൽബിയ എന്നാണ് അവരുടെ പേര്. ബനു കെൽബ് ഗോത്രക്കാരിയാണ്. നമ്മളെ സെയ്ദ് ബിൻ ഹാരിസ കണ്ടു, റസൂലുള്ളാഹിന്റെ മൗല ഉസാമ ഇബ്നു സെയ്ദ് ബിൻ ഹാരിസ, അവരുടെ ഒക്കെ ഗോത്രമാണ് ബനു കെൽബ് ഗോത്രം. അറിയപ്പെട്ട അറേബ്യൻ ഗോത്രമാണ്. മൈസൂൺ ബിൻത് ബഹ്ദൽ അൽ കെൽബിയ അവർ ഗ്രാമീണ സ്ത്രീയാണ്. ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഗ്രാമീണ സ്ത്രീയാണ്. അവരെയാണ് മുആവിയ കല്യാണം കഴിച്ചത്, ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിച്ചത്. മുആവിയൻ്റെ ഭരണ തലസ്ഥാനം സിറിയയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്ത്? സിറിയയിൽ കൊണ്ടുപോയി. ആ വിവാഹ ജീവിതം 3 വർഷമാണ് തുടർന്നത്. അതിലാണ് യസീദ് കുട്ടി ഉണ്ടായത്. മുആവിയ റളിയല്ലാഹുവിൻ്റെ മകൻ യസീദ് ഉണ്ടല്ലോ, ഭരണാധികാരി. ആ യസീദിൻ്റെ ഉമ്മ ഈ മൈസൂൺ. പക്ഷേ 3 കൊല്ലം അവർ ഗ്രാമത്തിൽ നിന്ന് വിട്ട് കൊട്ടാരത്തിൽ ജീവിച്ച്. പക്ഷെ അവർക്ക് ഒട്ടും സഹി വന്നില്ല എന്നാണ്. അങ്ങനെ അവർ കവിയത്രിയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ലബൈത്തുൻ തഖ്ഫിഖുൽ അർവാഹു ഫീഹി അഹബ്ബു ഇലയ്യ മിൻ ഖസ്രിൻ മുനീഫി. അതായത് എൻ്റെ റൂഹ് ചരിച്ച എൻ്റെ ആ ഗ്രാമത്തിലെ വീടാണ് എനിക്ക്
ഈ സുഭിക്ഷമായ പിന്നെ ധന്യമായ കൊട്ടാരത്തേക്കാൾ ഏറ്റവും ഇഷ്ടമായത്. എന്നിട്ടവർ ഒരു വലിയ കവിതയാണ്, അതിൽ പറയുന്നുണ്ട്, ലഖർക്കും മിൻ ബനി അമ്മീ നഹീഫുൻ അഹബ്ബു ഇലയ്യ മിൻ ഇൽജിൻ അനീഫി. എൻ്റെ കുടുംബത്തിൽ ഒരു പൊട്ടനെയായിരുന്നു ഈ എൽജുൻ അനീഫിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. എൽജുൻ അനീഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും എൽജു എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയ ആളുകൾക്ക്, പിന്നെ അനറബി ആയ ആളുകൾക്കാണ് പറയാം. ഇവിടെ ഉദ്ദേശിച്ചത് എൽജുൻ അനീഫ് എന്ന് പറഞ്ഞാൽ രൂക്ഷ സ്വഭാവമുള്ള മുആവിയയേക്കാൾ എനിക്ക് എൻ്റെ കുടുംബത്തിലെ ഒരു പൊട്ടനെയായിരുന്നു ഇഷ്ടം എന്ന് പറയേണ്ടവർ. എന്നിട്ട് അവർ പറയണം, ഫമാ അബ്ഗി സിവാ വതനി, എൻ്റെ ദേശത്തെ കൂടാതെ ഞാൻ ആഗ്രഹിക്കണില്ല, ബദീലൻ, എൻ്റെ ദേശത്തിന് പകരം വേറൊരു നാടിനെ ഞാൻ ആഗ്രഹിക്കണേ ഇല്ല. ഫഹസ്ബി ദാക മിൻ വതനി ഷരീഫിൻ, ഒരു നാടിന് എത്ര ഷെരീഫാണെങ്കിലും കേമമാണെങ്കിലും ഹസ്ബി ദാക, എനിക്ക് എൻ്റെ നാട് മതി എന്ന് ആണ് എന്ത് ചെയ്യുന്നത് ഇവർ ഒരിക്കൽ പാടുന്നത്, കവിതയിൽ മൈസൂൺ പാടുന്നത്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല ഇത് കേട്ട് ഇവളിങ്ങനെ പാടുന്നുണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ അവർക്ക് അവരുടെ ആ നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നു, അവിടുത്തെ ചിന്ത ഉണർന്നു, സ്വന്തം നാടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് അവർ പാടുന്നത് കേട്ടപ്പോൾ മുആവിയ അവർ മൊഴി ചൊല്ലിയെന്നാണ്. മുആവിയ അവരുടെ നാട്ടിലേക്ക് തന്നെ ബനൂ കൽബ് ഗോത്രത്തിലേക്ക് യാത്രയാക്കി എന്നുള്ളതാണ്. മകൻ യസീദിനെ കൂട്ടി വിട്ട് അങ്ങനെ യസീദ് ഗ്രാമത്തിലാണ് വളർന്നത്, ബനൂ കൽബ് ഗോത്രത്തിൽ. അതുകൊണ്ടാണ് യസീദിൻ്റെ പ്രകൃതി വളരെ സ്ട്രോങ് ആയ പ്രകൃതി ആയിട്ട് നമ്മൾ വായിക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടിനോടുള്ള ആ ഒരു സ്നേഹം അത് അത്രമേൽ സ്വാർത്ഥമാണ്, ഓരോരുത്തരുടെയും മനസ്സിൽ ഊട്ടപ്പെട്ട ഒരു വികാരമാണ്. ആ വികാരത്തെ പിന്നെ ഒരിക്കലും ഭേദിക്കാൻ സാധിക്കില്ല അത്രമാത്രം ഈമാൻ്റെ ഉടമകൾ ആണെങ്കിലല്ലാതെ. ഇവിടെ ഈ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅർദുല്ലാഹി വസിഅത്തുൻ എന്ന് പറഞ്ഞ് ഇനി മക്കയിൽ നിന്ന് ഹബശയിലേക്ക് പലായനം ചെയ്യണം എന്നുള്ള ഒരു സൂചനയാണ്, ആഹ്വാനമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ റസൂൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ അവസാനം ഉണർത്തിയത്. കഴിയും. അപ്പോൾ ഒരു ചോദ്യം, വിശ്വാസികളോടാണ് ഹബശയിലേക്ക് പോകാൻ പറയുന്നത്, വിശ്വാസികളോടാണ് ഹബശയിലേക്ക് പോകാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നബി ഞങ്ങളുടെ കൂടെ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ആരിൽ ഉണരും? വിശ്വാസികളിൽ ഉണരും. പിന്നെ ഹിജറയുടെ 5-ാമത്തെ വർഷം റജബ് മാസത്തിലാണ് ആദ്യത്തെ ഹിജറ. അതിൽ 13 പുരുഷന്മാരും പിന്നെ 4 സ്ത്രീകളുമാണ്. പിന്നെ അതിൻ്റെ തൊട്ട വർഷത്തിൽ 83 പുരുഷന്മാരും, അതാണ് ഹബശയിലേക്കുള്ള 2-ാമത്തെ ഹിജറ. പിന്നെ 19 സ്ത്രീകൾ അല്ലെങ്കിൽ 18 സ്ത്രീകൾ, ഇങ്ങനെയാണ് ഹിജറ. ഇവരുടെ നേതാവ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവും റസൂലുള്ളാഹിയുടെ പുത്രി റുഖയ്യയുമാണ് 1-ാമത്തെ ഹിജറയിൽ. മനസ്സിലായില്ലേ? ഇവരുടെ കൂടെ ജാഫർ ബിൻ അബി താലിബും കൂട്ടരുമാണ്. ഏതായാലും ഈ ആളുകൾ ഹിജറ പോവുകയാണ്. എവിടുന്ന്? മക്കയിൽ നിന്ന് ഹബശയിലേക്ക് അവരാണ് പോണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണരുക സ്വാഭാവികമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നോക്കി തുടർന്ന് പറയുന്നത്, ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ വ ഉമിർതു ലി അൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. എൻ്റെ കാര്യം എന്താണ്? ഖുൽ പറയുക, ഇന്നി ഉമിർതു തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അഅ്ബുദല്ലാഹ് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുവാൻ, മുഖ്ലിസൻ ലഹുദ്ദീൻ ദീനിനെ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്, നിഷ്കളങ്കമാക്കിക്കൊണ്ട്. നമുക്ക് വന്ന ശൈലിയാണത്. ഈ സൂറത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ മുഖ്ലിസൻ ലഹുദ്ദീൻ, മുഖ്ലിസൻ ലഹുദ്ദീനി തുടങ്ങിയതായ പ്രയോഗങ്ങൾ. ഇവിടെ ദീൻ പല അർത്ഥത്തിൽ പറയാം. വഴിപ്പെടൽ, ദുആ, പ്രാർത്ഥന, കർമ്മം, ഇതൊക്കെ അതിൻ്റെ ഉദ്ദേശം. ഇവിടെ ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. ഖുൽ പറയുക, ഇന്നി തീർച്ചയായും ഞാൻ, ഉമിർതു ഞാൻ കൽപ്പിക്കപ്പെട്ടു, അൻ അഅ്ബുദല്ലാഹ് അള്ളാഹ്ക്ക് ഞാൻ ഇബാദത്ത് എടുക്കാൻ. എങ്ങനെ? മുഖ്ലിസൻ ലഹു അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്, അദ്ദീൻ ദുആയെ അല്ലെങ്കിൽ കർമ്മങ്ങളെ, ദീനിനെ. അപ്പോൾ ദീനിനെ അള്ളാഹുവിന് മാത്രം ആക്കിക്കൊണ്ടുള്ള ഇബാദത്ത്. അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നോട് എന്ത് കൽപ്പിച്ചിട്ടില്ല? ഹിജറ കൊണ്ട് കൽപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്?
ഹബശയിലേക്കുള്ള പലായനം നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ സൂചന. മാത്രമല്ല ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ലഅൻ അകൂൻ ഞാൻ ആകുവാൻ അവ്വലൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽ മുമ്പൻ ഒന്നാമൻ. ഇവിടെ അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ എന്നതും ഉദ്ദേശമാണ്. പിന്നെ ഏതൊരു സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത് അവിടെ ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല മാതൃകയും ഒന്നാം സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്നവൻ. ഓക്കെ, വിഷയം ഇവിടെ നോക്കി. ഉമിർത്തു അല്ലേ, ഉമിർത്തു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ വലിയ അകൂന അവ്വലൽ മുസ്ലിമീൻ. ഈ ഉമിർത്തു ഇല്ലാതെ അർത്ഥം മുസ്തഖീമാവില്ലേ? ശരിയാകും. കാരണം വാവുലാത്തുഫ് വന്നിട്ടുണ്ടെങ്കിൽ ഉമിർത്തു അൻ അഅ്ബുദല്ലാഹ് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മുഖ്ലിസൻ ലഹുദ്ദീൻ വലിയ അകൂന അവ്വലൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ മുമ്പൻ ഞാൻ ആകുവാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവിടെ ഉമിർത്തു ഇല്ലെങ്കിലും പറ്റും. പക്ഷെ ഇവിടെ ഉമിർത്തു 2 തവണ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉദ്ദേശം പണ്ഡിതന്മാർ പറയുന്നത് ഈ ഉമിർത്തുവിന് ശേഷം പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റസൂൽ അല്ലാത്തവരും അതിലെന്താണ് പങ്കാളികളാണ്. എല്ലാവരും അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ. എന്നാൽ ഇവിടെ പറഞ്ഞതുണ്ടല്ലോ ഉമിർത്തു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, അതിൽ പങ്കാളികളില്ല. അതിൽ ആര് മാത്രമേ ഉള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ ഉള്ളൂ. മുസ്ലിമീങ്ങളിൽ മുമ്പനാകാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നവർ. അവിടെ മറ്റുള്ളവർ ഇവിടെ റസൂലുള്ളാഹിയോട് പങ്കുചേരുക എന്നുള്ള വിഷയമല്ല, അവിടെ റസൂൽ മാത്രമാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ വിഷയത്തിൽ ആരുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എല്ലാവരും അതിൽ വിശ്വാസികളൊക്കെ അതിൽ പങ്കാളികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഉമിർത്തു എന്നുള്ളത് 2 തവണ ആവർത്തിച്ചതിൽ എന്തുണ്ട്? അതിനൊരു പൊരുളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ ഉണർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ഈ മുസ്ലിമീങ്ങളോടൊപ്പം ഹിജറ പോയാൽ മക്കയിൽ ആര് ദഅവത്ത് നടത്തും? ഹിജറ പോകാൻ പറ്റാത്ത ആളുകൾ മക്കയിലുണ്ട്. ഹിജറ പോയത് എത്ര ആളുകളാണ്? 13-4 ആണ്. വിശ്വാസികൾ വേറെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ കുട്ടികൾ ഒക്കെ ഉണ്ട്. അടിമകൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. അവർക്ക് ഹിജറ പോകാൻ പറ്റൂല. അപ്പോൾ ആ മുസ്ലിമീങ്ങൾക്ക് മാതൃകയായിട്ട് അല്ലെങ്കിൽ ആ മുസ്ലിമീങ്ങൾക്ക് അവരെ പഠിപ്പിക്കാൻ പിന്നെ മക്കയിൽ ദഅവത്ത് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇവരുടെ കൂടെ ഹബശയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരുള്ളത്? ആരുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. ഇവിടെ ദഅവത്ത് നടത്തി ഇസ്ലാം സ്വീകരിക്കുന്നവർക്കൊക്കെ മാതൃകയാകുവാനും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ഉദ്ദേശം. മനസ്സിലായോ? ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാതെ ഈ ആയത്തുകളുടെ അർത്ഥം ഉണ്ടല്ലോ, പലതും ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഈ വിഷയം ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഖലാസ്, ഇത് മനസ്സിലായോ? ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. അതും ഈ വിഷയത്തിൽ തന്നെയാണ്. അതായത് ഒരു വിഭാഗം ആളുകളെ ശരിക്കും എന്ത് ചെയ്യാണ്? അവരെ മക്കയിൽ നിന്ന് ഹബശയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടല്ല, റസൂലുള്ളാഹി മക്കയിൽ തന്നെ തങ്ങാണ്, ഇവർ പോവുകയാണ്. മനസ്സിലല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് എന്ത് ചെയ്തിട്ടില്ല? ഹിജറ കൊണ്ട് കൽപ്പിച്ചിട്ടില്ല. മക്കയിൽ പ്രബോധനമായി റസൂലുള്ള തുടരണം. ഹിജറ പോകാത്ത വിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഹിജറ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, കാരണം പോകുന്ന നാട് സുരക്ഷിതമാണ്. അതേസമയം ഇവിടെ തങ്ങുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താണ്? ഇവിടെ അവർ ഒരിക്കലും സുരക്ഷിതമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടാകൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ആഗ്രഹം ഉണ്ടാകും അവരുടെ കൂടെ ആര് വരണം എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണം എന്നുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതുകൊണ്ട് കൽപ്പിച്ചിട്ടില്ല, ഹിജ്റ കൊണ്ട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്, ഖുൽ പറയുക, ഇന്നി അഖാഫ്, തീർച്ചയായും ഞാൻ ഭയക്കുന്നു, ഇൻ അസൈതു റബ്ബി, എൻ്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ചുവെങ്കിൽ. അസൈതു എന്നാണ് ഞാൻ ധിക്കരിച്ചു, റസൂൽ അള്ളാഹിനോട് എതിര് പ്രവർത്തിച്ചു. അസൈതു ഞാൻ എതിര് പ്രവർത്തിച്ചു, റബ്ബി എൻ്റെ റബ്ബിനോട്.
അപ്പോൾ ഇന്നി അഖാഫു, തീർച്ചയായും ഞാൻ ഭയക്കുന്നു, ഇൻ അസൈതു റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ എതിര് പ്രവർത്തിച്ചുവെങ്കിൽ. എന്തിനെ ഭയക്കുന്നു? അദാബ യൗമിൻ അദീം, അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. യൗമിൻ അദീം, ഒരു മഹാ ദിവസത്തിൻ്റെ, ഗൗരവപ്പെട്ട ദിവസത്തിൻ്റെ അദാബിനെ ഞാൻ ഭയക്കുന്നു. അതാണ് ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. ഇനി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ. അപ്പോൾ ഇനി ആളുകളുടെ താല്പര്യം മാനിച്ചിട്ട് ഞാൻ ഹിജറ വരികയാണ് എങ്കിൽ, ഹബശയിലേക്ക് വരികയാണ് എങ്കിൽ, അത് ആരെ എതിരെ പ്രവർത്തിക്കല? അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കണം. അള്ളാഹ്ക്ക് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വമ്പിച്ച ശിക്ഷ ഭവിക്കുന്ന ദിവസം, ആ ദിവസത്തിൻ്റെ ശിക്ഷയെ വാങ്ങലാണ്. അതുകൊണ്ട് ഞാനത് ഭയക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകാതെ ശേഷിച്ചു. വിശ്വാസികൾ ഹിജറ പോയി. കണ്ട, ആ ഹിജറ പോയത് ഈ ആൾബലാണ്. 1, 2 ഹബശ ഹിജറകളിൽ ഇത്രയും ആളുകളാണ് ഹിജറ പോയത്. അപ്പോൾ അവിടെ ബഹുദൈവ വിശ്വാസികളുണ്ട്, മക്കക്കാർ. അവർ ചോദിക്കുകയാണ്, മുഹമ്മദ് നിങ്ങൾ എന്തുകൊണ്ടാണ് പോകാത്തത്? നിങ്ങൾ ഹിജറ പോകാതെ ഇവിടെ തങ്ങി, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഇനി ഹിജറ പോകണില്ല, മക്കയിൽ തങ്ങാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ ആദർശത്തിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളുടെ ആദർശമേറ്റിയവർ ഇവിടുന്ന് പോയി, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ആദർശമേറ്റിയിട്ട് ഇവിടെ തങ്ങുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഞങ്ങളുടെ ആദർശമേറ്റണം. ഇതാണ് അവിശ്വാസികളുടെ ജൽപ്പനം, അവരുടെ വാദം. അപ്പം അതിനുള്ള മറുപടിയാണ് ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനിഹി. ഖുൽ പറയുക, അല്ലാഹ അഅ്ബുദ്. ഇത് അല്ലാഹ അഅ്ബുദ്, അഅ്ബുദുല്ലാഹ എന്നാണ്. അഅ്ബുദുല്ലാഹ എന്നതിന് പകരം അല്ലാഹ അഅ്ബുദു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹ അഅ്ബുദു, അള്ളാഹുവിനെ മാത്രം ഞാൻ ആരാധിക്കും എന്നുള്ളതാണ്. അല്ലാഹ് എന്നുള്ളതിനെ മുന്തിപ്പിച്ചു, അത് പിന്തിപ്പിച്ച് പറയേണ്ടതാണ്. അതിൻ്റെ സ്ഥാനം അഅ്ബുദുല്ല ഇവിടെയാണ്, പക്ഷെ അതിനെ മുന്തിപ്പിച്ചത് അത് മാത്രം എന്നർത്ഥം കിട്ടാനാണ്. അപ്പോൾ ഖുൽ പറയുക, അല്ലാഹ അഅ്ബുദ്, അള്ളാഹുവിനെ മാത്രം ഞാൻ ആരാധിക്കും. എങ്ങനെ? മുഖ്ലിസൻ ലഹു ദീനി. ദീനി എന്നാണ് എൻ്റെ ദീനിനെ, എൻ്റെ ദുആയിനെ, എൻ്റെ കർമ്മത്തെ, എൻ്റെ വഴിപ്പെടലിനെ. അപ്പോൾ എൻ്റെ ദീനിനെ അവന് മാത്രമാക്കുന്ന അവസ്ഥയിൽ മുഖ്ലിസൻ ഹാലാണ്, ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കും എന്ന് ഖുൽ പറയുക. ആരോട് പറയുക? നിങ്ങൾ എന്തുകൊണ്ട് ഹിജറ പോണില്ല? നിങ്ങൾ മക്കയിൽ തന്നെ തങ്ങി, ഇനി മക്കയിൽ തങ്ങിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഞങ്ങളുടെ ആദർശത്തിലേക്ക് വരണം എന്ന അവിശ്വാസികളുടെ വിദണ്ഡത്തിന് മറുപടിയായിട്ട് പ്രതികരിക്കാൻ അള്ളാഹു പറഞ്ഞതാണ് ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീൻ ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനി. എന്താണ് ഫഅ്ബുദു? ഞാൻ എൻ്റെ റബ്ബിനെ മാത്രം ആരാധിക്കും. ഫഅ്ബുദു, നിങ്ങൾ ആരാധിച്ചോളൂ. ഫഉൽ ഫസീഹ എന്ന് പറയും. അതായത് ഞാൻ ഈ നിലപാടിലാണ്, ഈ നിലപാട് നിങ്ങൾക്ക് സ്വീകാര്യമല്ല എങ്കിൽ, അതാണ് ഫഉൽ ഫസീഹ, ഈ നിലപാട് നിങ്ങൾക്ക് സ്വീകാര്യമല്ല എങ്കിൽ ഉഅ്ബുദു, നിങ്ങൾ ആരാധിച്ചോളൂ. മാ ശിഅ്തും, നിങ്ങൾ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ. മിൻ ദൂനിഹി, മിൻ ദൂനി എന്ന് പറഞ്ഞാൽ മിൻ ദൂനില്ല, എന്താ മിൻ ദൂനിഹി പറഞ്ഞ അർത്ഥം? ഒന്നുകിൽ മഅല്ലാഹ് അല്ലെങ്കിൽ സിവല്ലാഹ്, അള്ളാഹുവെ കൂടാതെ, അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഉഅ്ബുദു, നിങ്ങൾ ആരാധിച്ചോളി. ഈ നിലപാട് നിങ്ങൾക്ക് അസ്വീകാര്യമാണെങ്കിൽ, അതാണ് ഇവിടെ ഉദ്ദേശം. ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനി. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഫഅ്ബുദു, നിങ്ങൾ ആരാധിച്ചോളി, മാ ശിഅ്തും മിൻ ദൂനി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ആരാധിക്കാനുള്ള ലൈസൻസാ? ഷിർക്ക് ചെയ്ത് ജീവിക്കാനുള്ള ലൈസൻസാ? അല്ല, പിന്നെയോ? ഇതൊരു കൽപ്പനയാണ്. ഉഅ്ബുദു എന്നുള്ളത് കൽപ്പനയാണെങ്കിലും കൽപ്പനകൾക്ക് പല താല്പര്യങ്ങളുണ്ടാകും. കൽപ്പനകളൊക്കെ ചെയ്യൽ വാജിബായ കാര്യത്തിനല്ല, പിന്നെയോ ചിലത് താക്കീതിനായിരിക്കും, ചിലത് അപായ സൂചനയും മുന്നറിയിപ്പും നൽകാനായിരിക്കും. ഇവിടെ തഹ്ദീദിനുള്ള കൽപ്പനയാണ്. ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനി, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നവയെ നിങ്ങൾ ആരാധിച്ചോളിയും എന്നുണ്ടെങ്കിൽ അതെന്താണ്? അതവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയല്ല, പിന്നെയോ അതിലൊരു ശക്തമായ താക്കീതുണ്ട്. ആ താക്കീത് തുടർന്ന് ഇവിടെ ആയത്ത് മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടും. ഖലാസ്,
അപ്പോൾ ഇവിടെ ഈ ആയത്തിൻ്റെ സാഹചര്യം അത് മനസ്സിലാക്കുമ്പോഴാണ് ആ ആയത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകാതെ മക്കയിൽ തങ്ങിയപ്പോൾ ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു, നിങ്ങൾ മക്കയിൽ തങ്ങി, കൂടെയുള്ളവർ പോയി, ഇനി തങ്ങിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഞങ്ങളുടെ ആദർശത്തിലേക്ക് വന്നോളി എന്നുള്ള അവരുടെ ആ ഒരു അപേക്ഷയിൽ പ്രതികരിക്കാനാണ് പറയുന്നത്. കുൽ, പ്രതികരിക്കുക, അല്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹുദ്ദീൻ ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനിഹി. ഖലാസ്. എന്നിട്ട് പിന്നെ ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. എന്താ ഖുൽ, പറയുക. ഇവിടെ നോക്കി, ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനിഹി ആണ്. അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഉദ്ദേശിച്ചവരെ നിങ്ങൾ ആരാധിച്ചോളി എന്നാണ്. അങ്ങനെ ആരാധിച്ചാൽ എന്താ വരാൻ പോണത്? അതാണ് ഇവിടെ ഉണർത്തുന്നത്. ഖുൽ, പറഞ്ഞു കൊടുക്കുക, ഇന്നൽ ഖാസിരീൻ, തീർച്ചയായും ഖാസിരീൻ. എന്താ ഖാസിർ? ഖസാറ. എന്താ ഖസാറ? നഷ്ടമാണ്. നഷ്ടം, നഷ്ടക്കച്ചവടത്തിന് ഖസാറ പറയും. നഷ്ടം പറ്റിയവരാണ് ഖാസിരീൻ. ഇന്നൽ ഖാസിരീൻ, തീർച്ചയായും നഷ്ടം പറ്റിയവർ. റിബഹ്, ലാഭാണ്. റിബഹ്, ലാഭം. റാബിഹീൻ എന്ന് പറഞ്ഞാൽ ലാഭം കൊയ്തവർ. ഖസാറ നഷ്ടമാണ്. ഖാസിരീൻ എന്ന് പറഞ്ഞാൽ നഷ്ടം കൊയ്തവർ. ഇന്നൽ ഖാസിരീൻ, തീർച്ചയായും നഷ്ടം കൊയ്തവർ. അല്ലദീന, അവർ എങ്ങനെയുള്ളവരാണ്? ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ. ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം. ദുനിയാവിൽ ഖസാറ എപ്പോഴാ? ദുനിയാവിൽ ഖസാറ സ്വത്ത് നഷ്ടപ്പെടുമ്പോഴാണ് അല്ലേ? നമ്മൾ ഇടപാടിന് വേണ്ടിയിട്ട് സ്വത്തിട്ട് ആ സ്വത്തിൽ നഷ്ടപ്പെടുന്നവനാണ് വല്ലാഹി ഖസാറ എന്ന് പറയാം. ഭയങ്കര ഖസാറയാണെന്ന് പറയും. പക്ഷേ മനുഷ്യർ ദുനിയാവിൽ ശീലിച്ചതൊക്കെ ദുനിയാവ് നഷ്ടപ്പെടുമ്പോഴുള്ള ഖസാറയാണ്. പക്ഷേ ആഖിറത്തിലെ ഖസാറ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഓരോരുത്തർക്കും താന്താങ്ങളെ നഷ്ടാകും. പിന്നെ താന്താങ്ങളുടെ കുടുംബങ്ങളെയും നഷ്ടാകും. അതാണ് ഏറ്റവും വലിയ നഷ്ടം. അതാണ് ഇവിടെ പറയുന്നത്. സ്വന്തത്തെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് സ്വന്തത്തിന്മേൽ പോലും ഒരു സ്വാധീനമോ ഒരു മേൽക്കോയ്മയോ ഇല്ലാത്ത വിധം ഒരാൾ പാപ്പരാകുന്ന അവസ്ഥ. അതാണ് അവിടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഇന്നൽ ഖാസിരീൻ, തീർച്ചയായും നഷ്ടം കൊയ്തവർ. അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ, അന്ത്യനാളിൽ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയവർ. വ അഹ്ലീഹിം, കുടുംബത്തെയും തങ്ങളുടെ കുടുംബത്തെയും നഷ്ടപ്പെടുത്തിയവർ ആകുന്നു. അപ്പോൾ സ്വന്തം പരാജയം, കുടുംബത്തിൻ്റെ വിഷയത്തിലും പരാജയം. മക്കൾ, ഇണകൾ, അതാണല്ലോ അഹൽ അല്ലേ? മക്കൾ, ഇണകൾ. ഇതാണ് അള്ളാഹു പറഞ്ഞത്. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ എന്നാണ്. സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കാനാണ് പറഞ്ഞത്. നരകം അന്ത്യനാളിലാണ്. അപ്പോൾ അന്ത്യനാളിൽ സ്വന്തത്തിൻ്റെ വിഷയത്തിൽ നഷ്ടം പാടില്ല, കുടുംബത്തിൻ്റെ വിഷയത്തിൽ നഷ്ടം പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ നഷ്ടം അന്ത്യനാളിൽ ഏറ്റുവാങ്ങുന്ന ആളുകൾ, അവരെക്കുറിച്ച് പറയുന്നത് ഇന്നൽ ഖാസിരീൻ അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി പറയാണ്, അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അല എന്നുള്ളത് തൻബീഹിനാണ്. അല എന്ന് പറഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉള്ള ഒരു പ്രയോഗമാണ്. അല, അറിയുക എന്ന് നമ്മൾ അർത്ഥം പറയും. പക്ഷെ അത് തൻബീഹാണ്, ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു പ്രയോഗമാണ്. അല ദാലിക ഹുവ അൽ ഖുസ്റാനുൽ മുബീൻ. ദാലിക, അത്, ഹുവ, അത് തൗക്കീദിന് വേണ്ടിയിട്ടാണ്. ദാലിക ഹുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാകുന്നതാണ്. ഇത് തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തങ്ങളെ നഷ്ടപ്പെടുക, കുടുംബങ്ങളെ നഷ്ടപ്പെടുക, അതിലൊക്കെ നഷ്ടം കൊയ്യുക എന്നുള്ള വിഷയമാണ്. ദാലിക ഹുവ അൽ ഖുസ്റാനുൽ മുബീൻ. ഖുസ്റാൻ അൽ മുബീൻ. ഖുസ്റാൻ എന്ന് പറഞ്ഞാൽ നഷ്ടം. അൽ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ നഷ്ടം. അതാണ് വ്യക്തമായ നഷ്ടം. അതാണ് സ്വത്ത് നഷ്ടപ്പെടലല്ല, മറ്റു പലതും നഷ്ടപ്പെടലല്ല. പിന്നെയോ സ്വന്തത്തെ നഷ്ടപ്പെടുക, സ്വന്തം ഇണകളെ, മക്കളെ ഒക്കെ നഷ്ടപ്പെടുക. അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. പരലോകത്ത് നഷ്ടപ്പെടുമ്പോൾ, സ്വന്തത്തെ നഷ്ടപ്പെടുമ്പോൾ എന്താ? പരലോകത്ത് ആളുകൾ അനുഗ്രഹീതനായിട്ട് കഴിയുമ്പോൾ സ്വന്തം ശരീരം പിന്നെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ, ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ, അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലാകുക എന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ
സ്വന്തം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനോട്, മനുഷ്യ മനസ്സിനോട് സ്വന്തം കൈകളാണ് എതിരിൽ സംസാരിക്കുന്നത്, തൊലികളാണ് സംസാരിക്കുന്നത്, കണ്ണും കാതുമാണ് സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ കണ്ണും കാതും അവനെതിരിൽ, കൈകാലുകൾ അവനെതിരിൽ, നാവ് അവനെതിരിൽ സംസാരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പിന്നെ കൈകൾ സംസാരിക്കുമ്പോൾ കാല് സാക്ഷി പറയും അല്ലേ, നാവ് സംസാരിക്കുമ്പോൾ തൊലികളും സാക്ഷി പറയും, എതിരിൽ സാക്ഷി പറയാണ്. അപ്പോൾ അതാണ് നഷ്ടം. സ്വന്തം ശരീരം മനുഷ്യന് എതിരാകുന്ന അവസ്ഥ, അതല്ലേ നഷ്ടപ്പെടൽ, യഥാർത്ഥ ഖുസ്റാൻ. പിന്നെ കൂട്ടുകുടുംബാദികൾ നഷ്ടപ്പെടുന്ന അവസ്ഥ, സ്വന്തം ഇണയും സ്വന്തം സന്തതികളുമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ, അതാണ് ഇവിടെ പറയുന്നത്. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടം അതാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. പരലോകത്തിൻ്റെ വിഷയമാണ്. അവിടെ എന്ത് സംജാതമാകും എന്നുള്ളത് അറിയുന്നവൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം അറിയുന്ന അല്ലാഹു, അതാണ് വ്യക്തമായ നഷ്ടം എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കണം. ഖലാസ്, ഈ മനസ്സിലാകണ്ട ഈ ആയത്തുകളുടെ ഈ സൂറത്ത് സുമറിലൊക്കെ വിശ്വാസപരമായ വിഷയങ്ങളും മക്ക ജീവിത കാലഘട്ടത്തിൽ അവതീർണമായ ആയത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഈ ആയത്തുകളുടെ കൂടെ പോയില്ല എങ്കിൽ വിഷയം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കും. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതാകുന്നു, ഇത് തന്നെയാകുന്നു അൽ ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടം എന്ന് പറഞ്ഞു. ഈ നഷ്ടം ഇവിടെ അന്ത്യനാളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഷ്ടം അതിൻ്റെ ഒരു ഭാഗം തുടർന്ന് പറയാണ്. അത് ആ നഷ്ടം എത്ര വലിയ നഷ്ടം എന്നുള്ളത് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ആ നഷ്ടത്തിൽ ആളുകൾ ഏറ്റുവാങ്ങുന്നതിനെ ഇവിടെ ഉണർത്തുകയാണ്. ഒരു ഉദാഹരണം എന്നോണം, ലഹും മിൻ ഫൗഖിഹിം ബുലലും മിനന്നാർ വമിൻ തഹ്തിഹിം ബുലൽ ذلك يخوف الله به عباده يا عبادي فاتقون. ലഹും, ലഹും എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട്. ആർക്ക്? ഈ നഷ്ട കച്ചവടക്കാർക്കുണ്ട്. ലഹും അവർക്കുണ്ട്, മിൻ ഫൗഖിഹിം അവരുടെ മീതെ നിന്ന്, മിൻ ഫൗഖിഹിം അവരുടെ മീതെ മേൽഭാഗത്ത് നിന്ന്, ബുലലും മിനന്നാർ, ബുലൽ എന്താ? ദുല്ലത്ത് എന്നതിൻ്റെ ബഹുവചനാണ് ദുല്ലത്ത്. കാർമുഖിൽ എന്നാണ് പറയുക, കാർമുഖിൽ എന്നാണ് പറയുക ദുല്ലത്ത്. ദില്ലിൽ നിന്നാണ് ദുല്ലത്ത്. ദില്ലെന്താ? ദില്ലാണ് തണൽ, നിഴൽ, ദില്ല്. ദുല്ലത്ത് കാർമുഖിൽ. ഇവിടെ ദുലൽ എന്നുള്ളത് ദുല്ലത്തിൻ്റെ ബഹുവചനാണ്, കാർമുഖിലുകൾ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. കാർമുഖിലിന് ദുലൽ എന്ന് പേരിടാൻ കാരണം, കാർമുകിൽ എന്ത് ചെയ്യും? തണൽ വിരിക്കും. അതുകൊണ്ടാണ് മുഖിലിന് ദുല്ലത്ത് എന്ന് പറയപ്പെട്ടത്. അപ്പോൾ ഇവിടെ കാർമുഖിൽ എന്നതിനേക്കാൾ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? തണലാണ്, തണലുകൾ എന്നുള്ളത്. ശീതളഛായകൾ എന്ന് പറയില്ലേ, തണലുകൾ. അപ്പം ലഹും മിൻ ഫൗഖിഹിം, ഈ നഷ്ടക്കച്ചവടക്കാർക്ക് അവരുടെ മീതെ നിന്നുണ്ട് ബുലലുൻ. ബുലൽ എന്ന് പറഞ്ഞാൽ തണലുകൾ. പക്ഷെ അത് മിനന്നാർ തീയിനാൽ ഉള്ള, തീയിൽ നിന്നുള്ള. വമിൻ തഹ്തിഹിം അവരുടെ താഴ്ഭാഗങ്ങളിൽ നിന്നുമുണ്ട് ബുലലുണ്ട്. ബുലൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ തണലുകൾ. ഇവിടെ വിഷയം തണലുകൾ എന്തിനാ? ചൂടേൽക്കാതിരിക്കാനാണ്. ചൂട് ഏൽക്കാതിരിക്കാനാണ് തണലുകൾ. അന്ത്യനാളിൽ ചൂടേൽക്കാതിരിക്കാനുള്ള തണലുകൾ അത് തീയിനാൽ എന്നാകുമ്പോൾ, അപ്പോൾ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അപ്പോൾ എന്തായിരിക്കും ആളുകളുടെ അവസ്ഥ? അതായത് തീയാണ്, തീയിൽ നിന്ന് അത് ഏൽക്കാതിരിക്കാനുള്ള തണലുകൾ അതും തീയാണ്. അപ്പോൾ തബഖാത്ത് മിനന്നാർ നരകത്തിൻ്റെ തട്ടുകൾ, പിന്നെയും തബഖാത്ത് മിനന്നാർ നരകത്തിൻ്റെ തട്ടുകൾ, അതിനിടയിലാണ് അവർ എന്നുള്ളതാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ.
മുഷ്കിൽ ഇവിടെ മുഷ്കിലല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഷ്കില. ഖുർആനിൽ അൽഹംദുലില്ലാ മുഷ്കിലല്ല. തണൽ എവിടെ ഉണ്ടാകുക? തണൽ മുകളിലാണ് ഉണ്ടാകുക അല്ലേ? തണൽ മുകളിലാണ് ഉണ്ടാകുക. അടിയിൽ തണലുണ്ടാവില്ല, അടിയിൽ തണലുണ്ടാവില്ല. പക്ഷെ ഇവിടെ ദുലലുൻ മിൻ ഫൗഖിഹിം ദുലൽ വമിൻ തഹ്തിഹിം ദുലൽ എന്നാണ് പറഞ്ഞത്. അടിയിലുള്ളതിനും എന്താ പറഞ്ഞത്? ദുലൽ എന്നാ പറഞ്ഞത്. ദുലൽ എന്നാ പറഞ്ഞത്. ഉദ്ദേശം എന്താണ്? മേലും തീയാണ് താഴെയും തീയാണ് എന്നാണ്. പക്ഷെ മുകളിലുള്ളതിനും ദുലൽ എന്ന് പറഞ്ഞ് താഴെയുള്ളതിനും ദുലൽ എന്ന് പറഞ്ഞ് അത് എന്തുകൊണ്ട്? അതെന്തുകൊണ്ട്? താഴെയുള്ളത് എങ്ങനെയാണ് ദുലലാകുന്നത്? വിശുദ്ധ ഖുർആനിൽ വേറൊരിടത്ത് പറഞ്ഞത് ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാഷ് എന്നാണ്. ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാഷ്. ഈ നഷ്ടക്കാരെ കൂടെ അവസ്ഥ വേറൊരു വിശേഷണത്തിൽ പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് ലഹും അവർക്കുണ്ട് മിൻ ജഹന്നം. മിൻ ജഹന്നം എന്ന് പറഞ്ഞാൽ മിനന്നാർ, ജഹന്നമിൽ നിന്ന് അവർക്കുണ്ട് മിഹാദുൻ. മിഹാദ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്, വിരിപ്പ്. വമിൻ ഫൗഖിഹിം അവരുടെ മീതയുണ്ട് ഗവാഷ്. ഗവാഷ് എന്ന് പറഞ്ഞാൽ പുതപ്പ്. അപ്പം വിരിപ്പും പുതപ്പും, വിരിയും പുതയും ജഹന്നമിൽ നിന്ന് എന്നാണ്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. അവർക്ക് മേലെ ദുലലുണ്ട്, താഴെയും ദുലലുണ്ട്, തീയാണ് എന്നർത്ഥം, തീയാണ്. പക്ഷെ താഴെയുള്ളതിനും ദുലൽ എന്ന് പ്രയോഗിച്ചത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അത് മിംബാബിൽ മുശാക്കലത്തി വൽ മുമാസല എന്നാണ് അതിൽ പറയാം. തഫ്സീറുൽ ജമലിൽ പിന്നെ അതിൻ്റെ ഒരു വിശദീകരണം വന്നത് വായിച്ചത് ഓർക്കുന്നത് ആണ്. അതായത് മുകളിൽ ദുലലുണ്ട് എന്ന് പറഞ്ഞ് അത് തണൽ കിട്ടാനാ? അല്ല, തണൽ കിട്ടാനല്ല, അത് തീനാലുള്ള തുലലാണ് അല്ലേ? അതേ ധർമ്മമാണ് താഴെയുള്ള ഏതിനുള്ളത്? താഴെയുള്ള ദുലലിനുള്ളത്, താഴെയുള്ളതിനുള്ളത്. അതായത് മുകളിൽ ചൂടാണ്, ചൂടിനെ തടുക്കാനല്ല. മുകളിൽ തീയാണ്, തണുപ്പ് ഏകുന്നതല്ല. അതേ ധർമ്മം തന്നെയാണ് താഴെയുള്ള ഈ തീയും നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ ഉള്ള ദുലൽ എന്താണോ അതേപോലെ തന്നെയാണ് താഴെയുള്ളതും. താഴെയുള്ളത് തീയാണ്, തണുപ്പ് പ്രദാനം ചെയ്യാത്തതാണ്, ചൂടിനെ ചെറുക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ ധർമ്മം നിർവഹിക്കുന്നത് കാരണത്താൽ രണ്ടിനും എന്ത് പറഞ്ഞ്? ദുലൽ എന്ന് പറഞ്ഞ്. പക്ഷെ അവിടെ എന്തിനാണ് അത് പ്രയോഗിച്ചത്? തീയിൽ കത്തുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നത് തണുപ്പാണ്, ചൂടേൽക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നിഴലാണ്, തണലാണ്. ആ സംഗതി അവർക്ക് ഒരിക്കലും ഇല്ല എന്നുള്ളത് ഇല്ല. അവിടെ തണൽ ആഗ്രഹിച്ചാൽ തന്നെ തണൽ തീയാണ് എന്നുള്ളത് വായിക്കാനാണ്, മനസ്സിലായില്ലേ, ഈ പ്രയോഗം ഇവിടെ നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനന്നാർ വമിൻ തഹ്തിഹിം ദുലൽ. നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ലഹും എന്ന് പറഞ്ഞ് ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നാണ്. അവരാരാ? ഈ ഇന്നൽ ഖാസിരീൻ അല്ലേ, നഷ്ടം കൊയ്യുന്ന ആളുകൾക്കാണ് പറഞ്ഞ്. ഇതവർക്ക് മാത്രമുള്ളതല്ല. ദാലിക ഈ പറയപ്പെട്ടതായ ശിക്ഷ, ദാലിക എന്ന് പറഞ്ഞാൽ ഇത്, ഈ നഷ്ടം സമ്മാനിക്കുന്ന ശിക്ഷയും യുഖവ്വിഫുല്ലാഹു ബിഹി അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുന്നു ആരെ? ഇബാദഹു തൻ്റെ ദാസന്മാരെ. ഇത് ദാസന്മാർക്കുള്ള ഒരു അപായ സൂചന കൂടിയാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് പേടിപ്പിക്കണം. യുഖവ്വിഫുല്ലാഹു ബിഹി ഇതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുന്നു ഇബാദഹു തൻ്റെ ദാസന്മാരെ. നഷ്ടക്കച്ചവടക്കാർക്ക് ഇന്നതുള്ളത് അള്ളാഹു താക്കീതായിട്ട് പറയുമ്പോൾ അതിലെന്തുണ്ട്? അതിൽ മറ്റുള്ളവർക്ക് അതിൽ അള്ളാഹുവിൽ നിന്നുള്ള താക്കീതുണ്ട്. അള്ളാഹു അവരെ പേടിപ്പിക്കണം. അതുകൊണ്ട് യാ ഇബാദി ഫത്തഖൂൻ, യാ ഇബാദി, എന്താ യാ ഇബാദി? എൻ്റെ ദാസന്മാരെ. അള്ളാഹു ഇബാദി അബ്ദുൻ ഇബാദ്, പിന്നെ ഇബാദി എൻ്റെ ദാസന്മാരെ എന്നുള്ളതാണ് ഉദ്ദേശം. യാ ഇവിടെ പറഞ്ഞില്ല, അതിന് പകരം കെസർ ദാലിന് കൊടുത്തിട്ടുണ്ട്. യാ ഇബാദി എൻ്റെ ദാസന്മാരെ, ഫത്തഖൂൻ ഫാഉൽ ഫസീഹന് എൻ്റെ ദാസന്മാരെ. ഈ താക്കീത്, ഈ പേടിപ്പിക്കൽ അത് ഉൾക്കൊണ്ടിട്ട് ഇത്തഖൂനി എന്താ ഇത്തഖൂ? ഇത്തഖൂ എന്നുള്ളതാണ്.
പിന്നെ നൂനിൽ വിഖായാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം അവിടെ യാണ്ട്. പക്ഷെ അത് പറയേണ്ട കാര്യമല്ല. ഈ നൂന് അത് കസറ് കൊടുത്ത് ഇവിടെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ യാ കളയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഖ്വയുള്ളവരാകുക. നിങ്ങൾ തഖ്വയുള്ളവരാകുക. ആരോട് തഖ്വ ഉണ്ടാകേണ്ടത്? നീ എന്നോട്. അപ്പം അള്ളാഹുവിൽ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ ആഹ്വാനാണ്. എന്നിൽ തഖ്വയുള്ളവരായി നിങ്ങൾ ജീവിക്കുക എന്ന് അള്ളാഹു യാ ഇബാദി, എൻ്റെ ദാസന്മാരെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്താണ്. കാരണം ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നഷ്ടം കൊയ്യാതിരിക്കാൻ ആളുകൾ തഖ്വയുള്ളവരാകണം എന്നുള്ളതാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്നുള്ളതാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, അള്ളാഹു വിരോധിച്ചത് വർജിക്കുക. ഇതാണ് ഖലാസ്. അപ്പോൾ ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാർ വമിൻ തഹ്തിഹിം ദുലൽ. ദുലൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു തണലല്ല, പിന്നെയോ തണലുകളാണ്. തീനാലുള്ള തണലുകൾ എന്ന് പറഞ്ഞാൽ തബഖാത്തുന്നാർ, നരകത്തിൻ്റെ തട്ടുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നരകത്തിൻ്റെ തീയിൻ്റെ തട്ടുകൾ. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. വമിൻ തഹ്തിഹിം ദുലൽ, താഴെയും അങ്ങനെ ദുല്ലത്തുകളാണ്. അത് ഈ നഷ്ടക്കാർക്കുണ്ട് എന്ന് പറയുമ്പോൾ ദാലിക് യുഖഫിഫുല്ലാഹു ബിഹി ഇബാദഹു, അള്ളാഹു തൻ്റെ ദാസന്മാരെ അതിലൂടെ പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് യാ ഇബാദി, എൻ്റെ ദാസന്മാരെ ഫത്തഖൂൻ, നിങ്ങൾ എനിക്ക് തഖ്വയുള്ളവരായി ജീവിക്കുകയും എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. നമ്മൾ ഇഹ്സാൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സാങ്കേതിക സംജ്ഞയാണ്. തഖ്വയിൽ തേടുന്നത് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുക, അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഭക്തിയുള്ളവരാകുക, നിങ്ങൾ ഭയചകിതരാകുക എന്നുള്ളതിനേക്കാളൊക്കെ നിങ്ങൾ തഖ്വയുള്ളവരാവുക എന്ന് പറയുമ്പോൾ പദത്തോട് നമ്മളൊരു കൂറു പുലർത്തുന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, യാ ഇബാദി ഫത്തഖൂൻ, എന്നിൽ തഖ്വയുള്ളവരാകുവീ എന്ന് പറയുന്നത്. ഖലാസ്. ഇനി ഇതിൽ നിന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് വേറെ ഒരു വിഷയമാണ് ഇനി പറയാൻ പോണത്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ചയിൽ പറയാം. ഇൻഷാ അല്ലാഹ്. വിഷയ് ഖലാസ്. ജസാക്കുമുല്ലാഹു ഖൈറൻ.